മോനെ വളർത്തി വലുതാക്കി അമേരിക്കയ്ക്ക് വിട്ടു. ജോലിയാക്കി വിട്ട് കഴിഞ്ഞപ്പോൾ അവൻ അമേരിക്കയിൽ നിന്ന് അപ്പനും അമ്മയ്ക്കും ഫോൺ ചെയ്തു. അമ്മ രണ്ടുപേരും ഒരുങ്ങി റെഡിയായിരിക്കണം. നാളെ തീർത്ഥാടന കേന്ദ്രത്തിൽ പോകാനെ കൊണ്ടാണ്. തീർത്ഥാടന കേന്ദ്രത്തിൽ പോകാനെ കൊണ്ടാണ് റെഡിയായിരിക്കണം എന്ന് പറഞ്ഞു. അവരെ കൊണ്ടുപോയത് നേരെ വൃദ്ധഭവനത്തിലേക്കാണ് മകൻ കൊണ്ടുപോയത്. ഒരു കാർ വാടകയ്ക്ക് എടുത്തു. അപ്പോഴേ ഈ അപ്പനും അമ്മയും വലിയ ആഗ്രഹത്തിലിരുന്ന് എൻ്റെ മോന് ഇന്നിപ്പോൾ അവധിക്ക് വരുന്നുണ്ട്, എൻ്റെ മോൻ്റെ കൂടെ ടൂറിന് പോകണം, മോൻ പറഞ്ഞ വാക്കനുസരിക്കാം. ആകെ ഒറ്റയ്ക്ക് ഒരു മോനെ ഉള്ളൂ, ഓമനയായിട്ട് വളർത്തി കൊണ്ടുവന്ന ഈ കുഞ്ഞ് അവധിക്ക് വന്ന സമയത്തിന് അപ്പനും അമ്മയും ഒരുക്കി നിൽക്കാൻ പറഞ്ഞു. അവൻ വന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും കൂടെ കാർ വാടകയ്ക്ക് ഇല്ല, അവര് കാറ് വാടകയ്ക്ക് എടുക്കുമോ അല്ല സ്വന്തമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ആ വണ്ടി എടുത്തിട്ട് ഇവൻ ഡ്രൈവറിനെ തിരക്കി നടന്ന ഡ്രൈവറിനെ കൊണ്ട് ഒപ്പിച്ച് ഇവന് എങ്ങും അല്ലാത്ത രീതിയിൽ അപ്പനും അമ്മയും കൊണ്ടുവന്ന് ആക്കി വെച്ച് ഈ തള്ളയും തന്തയും കൂടെ തീർത്ഥാടന കേന്ദ്രത്തിൽ കൊണ്ടുപോകാൻ ഇല്ല അങ്ങനല്ല. ഈ അപ്പനും അമ്മയും കൂടെ ആഗ്രഹിച്ചിരുന്ന എൻ്റെ മോന് അവധിക്ക് വരുന്നുണ്ടല്ലോ, പല പ്രതീക്ഷയിലിരുന്നു. ഇവൻ എന്തോ ചെയ്തു, ഇവൻ കൊണ്ടുവന്ന് അപ്പനെയും അമ്മയും കൂടെ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ആക്കി. അപ്പം ഈ അപ്പനും അമ്മയ്ക്കും ചങ്ക് പൊട്ടി വിളിച്ചു പോയി കഴിഞ്ഞ്, എൻ്റെ മോനെ നീ ഈ ചതിക്കുഴി ഞങ്ങളെ കൊണ്ടുവന്ന് ആക്കിച്ച് നീ എവിടെ പോവുക? നീ നന്നാകാനെ കൊണ്ടാണോ അതോ ഞങ്ങളെ നശിപ്പിക്കാനെ കൊണ്ടാണോ എന്ന് ഈ മോനോട് ചോദിച്ചു. അവർക്ക് വല്ലാത്ത പ്രീതി ഉണ്ടായി. ഉടനെ മോൻ അത് കേൾക്കാതെ കൊണ്ട് മോൻ തിരിഞ്ഞ് ഉടനെ കാറിൽ കയറി മോൻ്റെ വീട്ടിൽ വന്നു. മോൻ്റെ പ്രതീക്ഷയെല്ലാം വേറെയായിരുന്നു. അപ്പോൾ അവിടെ വീട്ടിലാരും ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇല്ല, അപ്പനും അമ്മയും ഇല്ല. അവന് തോന്നുന്ന രീതി എന്തും പ്രവർത്തിക്കാം എന്നായി. അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം നാട്ടിൽ കൂട്ടുകാരെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞപ്പം ഒരു കൂട്ടുകാരനെ പറഞ്ഞു വിട്ട്, നീ ഇന്നതുപോലെ ഇന്ന സാധനം നീ മേടിച്ചുകൊണ്ട് പോവാം, നമുക്ക് ഡിന്നർ അടിച്ച് നമുക്ക് ഇങ്ങനെ പലയിടത്തായിട്ട് നമുക്കൊന്ന് പോവാം എന്നും കണ്ടു കൂട്ടുകാരനോട് പറഞ്ഞു. കൂട്ടുകാരനെന്തുവാ ചിക്കൻ കറണ്ട് വഴി ചുട്ട് കൊണ്ടുവരുന്നതും കള്ളും മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആഘോഷം തുടങ്ങിയപ്പം അപ്പനും അമ്മയും അവിടെ പ്രയാസപ്പെട്ട് കരഞ്ഞ് വിളിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ അനാഥാലയത്തിൽ കിടക്കുക. അവനത് ചിന്തയില്ല, അപ്പൻ്റെ അമ്മയുടെയും ചിന്ത വിട്ടുപോയി, നിയന്ത്രണം വിട്ടുപോയി. അപ്പം കള്ളിൽ ഇവൻ അങ്ങ് അടിമപ്പെട്ടു പോയി. ഇവനുണ്ടാക്കിയ കാശ് മൊത്തം ഇങ്ങനെ കള്ളിൽ അവസാനിക്കുമായിരുന്നു. അപ്പനും അമ്മയും സന്തോഷിച്ചിരുന്നു, എൻ്റെ മക്കൾ ഇങ്ങനെ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കി വെച്ച് മോനാകെ പ്രയാസത്തിൽ കഴിഞ്ഞു കൂടുവന്നല്ലോ. അപ്പം അവിടെ പറഞ്ഞു, ഇന്നപോലെ ഞങ്ങളുടെ വീട്ടിൽ വിടണം, എൻ്റെ മോൻ എന്തിയെ എന്ന് ഞങ്ങൾക്ക് തിരക്കേ പറ്റത്തുള്ളൂ, അവൻ പോയോ ഇല്ല, അവൻ്റെ ഒരു വിവരവും ഇല്ല എന്ന് കണ്ട് അപ്പനും അമ്മയും അവരോട് ഓർഡർ മേടിച്ച് വീട്ടിൽ വന്നപ്പം ഇവിടെ ആകെ തരികടിയായിട്ട് കിടക്കുക. മോൻ വെള്ളത്തിൻ്റെ മേൽ അടിമയായിട്ട് കിടക്കുക, ബോധവും പൊക്കണവും ഇല്ല, അവന് ജോലിക്ക് പോകണമെന്നും. അപ്പോൾ കൂട്ടുകാരെല്ലാം കൂടെ കൂടി ഇവൻ്റെ കാശെല്ലാം കൂടെ പിടുങ്ങി അവരാഘോഷം തുടങ്ങി. എന്തുവാ ഇവൻ്റെ കാശാ, തള്ളയും തന്നെ നോക്കുന്നില്ല, അവർക്ക് ചിലവിന് പൈസ കൊടുക്കുന്നില്ല. വലിയ കാരാഗ്രഹത്തിലായി. ഓരോ കുടുംബം പോകുന്നത് ഇങ്ങനെ, കൂട്ടുകാർ കൂടുന്നതാ നശിക്കുന്നത്. അപ്പോൾ അതിൽ നന്മ കിട്ടത്തില്ല. വെള്ളമടിച്ചാൽ വെള്ളത്തിൽ എന്തോ നന്മ കിട്ടുന്നേ? ഒന്നും കിട്ടത്തില്ല. നമ്മുടെ ശരീരമെല്ലാം ആകെ ദ്രവിച്ച് പൊടിഞ്ഞു പോവുക. ലാസ്റ്റിൽ ഇവന് കാൻസറായി. അവനെ നോക്കാൻ ആരുമില്ല, അപ്പനും ഇല്ല അമ്മയും ഇല്ല, ഇവനെ നോക്കാൻ ആരുമില്ല. അയൽവക്കക്കാരടുക്കത്തുമില്ല. അതേ രീതി പ്രയാസന്ധതി ഇവനിങ്ങനെ കഴിഞ്ഞ് കൂടി കിടക്കും. വെള്ളവും കിട്ടുന്നില്ല, ഒന്നും കിട്ടും. കാശുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടുകാരും അല്ലാത്തവർ നാട്ടുകാരും എല്ലാവരും കാണും. കാശില്ലയോ ആരുമില്ല. അപ്പം അങ്ങനെ ഒരു അടിമത്തത്തില്ല, ഇപ്പം അങ്ങനെ കഴിഞ്ഞു കൂടി പോവുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് എല്ലാവരും ഉണ്ട്, എന്നാലോ സമയം വരുമ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ട്, ബന്ധുക്കാരും ഉണ്ട്, വീട്ടുകാരും ഉണ്ട്.
വീട്ടുകാരെ മറന്ന്, ബന്ധുക്കാരെ മറന്ന്, നാട്ടുകാരെ മറന്ന് കൂട്ടിലകപ്പെട്ടു പോയി. എന്നാൽ ദൈവം നമുക്കുണ്ടെന്ന് പറയും, എന്നാൽ ഇല്ലെന്ന് പറയും. അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം കടന്നു വന്നിട്ടില്ല. അത് വേറെ അപ്പോൾ ദൈ- ഉള്ളിൽ നമ്മുടെ ദൈവം അവൻ്റെ ഉള്ളിൽ കടന്നു വരാഞ്ഞുകൊണ്ടാണ് ഈ അവൻ അപ്പനെയും ഈ അമ്മയും കുടിയന്റെ ഉള്ളിൽ എവിടെ വൃദ്ധഭവനത്തിൽ കടന്നു ആക്കിയത്. വരുന്നത്? ഈ കുടിയന്റെ ഉള്ളില് കടന്നു വരത്തില്ല. അവൻ വല്ലാത്ത രീതിയിലായി പോയി. അവൻ കിടപ്പിലായി കഴിഞ്ഞപ്പോൾ ആരുമില്ല. ദൈവം അവനെ നോക്കത്തില്ല. ഇവന്റെ കയ്യിലിരുന്ന കാശ് കൊടുത്തല്ലേ ഇവൻ ഈ കുടിച്ച് പെടുത്ത് നടക്കുന്നത്. ആരുണ്ട് കൂട്ടുകാർ കാണുമോ? എന്നാൽ അവനിൽ കഴുത്തേല് വലിയൊരു കുരിശുമാലയും കൊന്തമാലയും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ഉള്ളവനാ. എന്നാൽ അവനെ ദൈവത്തെ അറിയത്തില്ലായിരുന്നു. അറിയുന്നില്ല. ദൈവത്തെ കള്ളിൽ അകപ്പെട്ടു പോയി. ദൈവത്തെ അറിയുന്നില്ല. എന്നാൽ അപ്പനെ അമ്മയെ അറിയുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു. കാണപ്പെടുന്ന ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളാ. അവര് പറയുന്ന രീതി മുന്നോട്ട് പോയെങ്കിലേ ദൈവം വസിക്കത്തുള്ളൂ. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് അവന്റെ ആരോഗ്യം മൊത്തം നഷ്ടപ്പെട്ട് തിരിച്ച് മാതാപിതാക്കളെ തേടി വരുന്ന അതാണ് ഇനി അടുത്ത ഭാഗത്ത് പറയാനുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടു, മനസാന്തരപ്പെട്ടു. അവൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. ദൈവവചനം പറയുന്നത് ഇരുവാൾത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അപ്പോൾ അവൻ്റെ അസ്ഥിയിലേക്ക് ദൈവവചനം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവൻ യഥാർത്ഥമായിട്ട് അപ്പനും അമ്മയും അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ആ വൃദ്ധഭവനത്തിൽ ചെന്ന് അപ്പനും അമ്മയും കൂട്ടിക്കൊണ്ടുവരുന്നതാണ് അടുത്ത ഭാഗം. പിന്നെ ഇതൊക്കെ